परिवार पैसे ही नहीं है भैया, ईएमआई देने के लिए पैसे नहीं, हम कहाँ जाए कटोरा मांगे। हमारे यहीं पे व्यापार भी था, घर भी था, सब तोड़ दिया इन्होंने, हमसे सब छीन लिया। मेरे 3 बच्चे हैं, हम माँ बाप है, कहाँ जाएंगे। पहले सबको बोलता था सब योगी मोदी को वोट दे, लेकिन अब जब तक जीवित हूँ 10 लोगों को क्या कह जाऊंगा, इन्हें बीजेपी वालों को कभी वोट मत देना, तो पक्के झूठे आदमी है। ये आवाज स्वीकारी जो भी है ना, अगर मेरे बाप को कुछ हो गया तुझे नहीं छोड़ूंगी। मेरा बाप आज इस हालत में उनको इतनी टेंशन दे रखी है। मेरा बाप है, ये डेमोक्रेसी कहता है, इंडिया डेमोक्रेसी है। ये कहाँ का डेमोक्रेसी? हमारे राइट्स ही टर्म्स है, हमारे सारे राइट्स को हिट कर रहा है। मेरे बाप है ये तमीज है, ये बच्चे ही जो ये कोई नहीं कुछ कर सकते, ये पागल है ये साले। मेरा बाप एंजाइटी में कंट्री में എന്താല്ലേ അങ്ങനെ യു പിയിലെ ഹിന്ദുക്കളുടെ കടകളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിയിരിക്കുകയാണ് ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ്. അപ്പം യു പി സെൻട്രൽ മാർക്കറ്റിൽ 40ഓളം കടകളും സ്ഥാപനങ്ങളുമാണ് ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത്. അപ്പം അത് യു പിയിലെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് മുസ്ലിങ്ങളുടെ കടകളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അന്ന് അത് അനധികൃതമായിട്ട് വെച്ചിട്ടുള്ള കടകളും സ്ഥാപനങ്ങളുമായിട്ടാണ് ഇടിച്ചു നിരത്തിയെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇതിന് ഇരയായിപ്പെട്ടവരൊക്കെ പറയുന്നത് അനധികൃതമായിട്ടല്ല ഇത് വെച്ചേക്കുന്നത്. പക്ഷേ ഇടിച്ചു നിരത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത്, അവിടുത്തെ സർക്കാരും പറയുന്നത് ഇതൊക്കെ അനധികൃതമായിട്ടാണ് ഇതൊക്കെ വെച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് മുസ്ലിങ്ങളുടെ കടകളും സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്ന് ഇതിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാനോ ഒരു പട്ടി പോലും അവിടെ ഇല്ലായിരുന്നു അല്ലേ. മുസ്ലിങ്ങളുടെ കമ്പോളങ്ങളും സ്ഥാപനങ്ങളെല്ലാം ഇടിച്ചു നിരത്തിയപ്പോഴത്തേക്ക് അന്ന് പ്രതികരിക്കാൻ ഒരു പട്ടി പോലും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് യു പിയിലെ ഹിന്ദുക്കളുടെ ഈ 40ഓളം കടകൾ ഇവർക്ക് പോകത്തില്ലായിരുന്നു. അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ തന്നെ മനസ്സിലാക്കുക, ഇതൊക്കെ ഒരു ഫാസിസത്തിൻ്റെ ഒരു കടന്നുകയറ്റമാണെന്ന് ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അന്ന് ആ അനധികൃതമായിട്ടുള്ള കടകളും ഇടിച്ചു നിരത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള രേഖകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സമയമോ സന്ദർഭമോ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഇതിനിരയായപ്പെട്ടവരൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെയാണ് അറിയാത്ത പുള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പഴമക്കാർ പറഞ്ഞു വെച്ചേക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതിവിടെ യാഥാർത്ഥ്യമായിട്ട് വന്നേക്കുന്നത് നമ്മളിപ്പം കാണുന്ന ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാവും. കാരണം ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ അനുഭവത്തിലൂടെയാണ് ഇങ്ങനെയുള്ള ഓരോ പഴഞ്ചൊല്ലുകളൊക്കെ അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ. എന്ത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു വേദനയിൽ സങ്കടം തോന്നുന്നുണ്ട്. കാരണം അവരെ ജീവിതമാർഗമായിട്ടുള്ള കടകളും സ്ഥാപനങ്ങളും അവരെ കുടുംബം തന്നെ പട്ടിണിയാവുന്ന രീതിയിൽ ഇടിച്ചു നിരത്തി തരിപ്പണമാക്കി ഒരു ദിവസം കൊണ്ടെല്ലാം നശിപ്പിച്ച് കളയുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തേക്ക് ശരിക്കും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഒന്ന് പുറകിലോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ആളുകൾ ഇതിനു മുമ്പ് വേദനിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ സർക്കാരും ഇതുപോലെ ലക്ഷ്യം വെച്ച് മുസ്ലിങ്ങളെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഇടിച്ച് നിരത്തി തരിപ്പണമാക്കിയപ്പോഴത്തേക്ക് യാതൊരു മുന്നറിയിപ്പും പോലും കൊടുക്കാതെ പെട്ടെന്ന് ഇടിച്ച് നിരത്തിയപ്പോഴത്തേക്ക് അന്ന് ഇതുപോലെ കുറേ ആളുകൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അന്ന് അവരുടെയൊക്കെ സങ്കടം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവർക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അറിയാത്ത പുള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പഴമക്കാർ പറഞ്ഞു വെച്ചേക്കുന്ന എന്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അന്ന് മുസ്ലിങ്ങൾക്കെതിരെ ഈ ബുൾഡോസറുകൾ രംഗത്ത് വന്നപ്പോഴത്തേക്ക് അന്ന് പ്രതിഷേധിക്കാതെ, അന്ന് മിണ്ടാതെ വായും പൂട്ടിയിരുന്നിട്ട് അന്ന് ആദിത്യനാഥിനെ പ്രകീർത്തിച്ചവർ, പ്രശംസിച്ചവർ ഇന്ന് തങ്ങൾക്ക് നേരെ ഇതേ ബുൾഡോസർ അടുത്ത് വന്നെന്നറിഞ്ഞപ്പോഴത്തേക്കാണ് അവർ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അമളി, അവർക്ക് പറ്റിയ ചതി അവർ തിരിച്ചറിഞ്ഞത്. ഇതൊക്കെ നടക്കുന്ന വേറെ എവിടെയുമല്ല, RSSൻ്റെ മാതൃക
ഇതായിട്ടുള്ള UP-യിൽ, സ്വന്തം UP-യിലാണ് ഇത് നടക്കുന്നത്. RSSൻ്റെ അങ്ങേയറ്റത്തെ മാതൃകാ നാടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം UP, അല്ലേ? ആ സ്ഥലത്താണ് ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ UP-യിലെ ഹിന്ദുക്കളെ പറഞ്ഞ് മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിച്ച്, ആദ്യം എന്താണ്, മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞു, മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിച്ചു, മുസ്ലിങ്ങളെ ഒരു സൈഡാക്കി. അന്ന് മറ്റുള്ളവരൊക്കെ ചിരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എന്താണ്, ക്രിസ്ത്യാനികൾക്ക് നേരെ അടുത്തു, ക്രിസ്ത്യാനികളെയും പറഞ്ഞു പറ്റിച്ചു, അവരെയും ഒരു മൂലയ്ക്കാക്കി, സൈഡാക്കി. അന്നും മറ്റുള്ളവർ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഇവരൊക്കെ വിചാരിച്ചെന്താണെന്നറിയോ, ഞങ്ങൾക്കൊക്കെ സുഖമായിട്ട് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം എന്ന് കരുതി ഇരുന്ന ആളുകളാണ് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഗീയത കുത്തിവെച്ച്, അങ്ങേയറ്റം കുത്തിവെച്ച് മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കി, മുസ്ലിങ്ങളെ അങ്ങേയറ്റം താത്തിക്കെട്ടി അവസാനം എന്തായി? അവസാനം നിങ്ങൾക്ക് കരയേണ്ട അവസ്ഥ വന്നില്ലേ? നിങ്ങൾക്ക് കരയേണ്ട അവസ്ഥ. അന്നേ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നായിരുന്നെങ്കിൽ, അന്ന് ഇതുപോലെ മുസ്ലിങ്ങൾക്ക് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായ സമയത്ത് അതിനെതിരെ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതികരിച്ചായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മാറിയിരുന്ന് ഇങ്ങനെ ദുഃഖിക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു, അല്ലേ? ഇത് ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതാണ് ഫാസിസം, യഥാർത്ഥ ഫാസിസമാണ്. ആദ്യം എന്താണ്, നമ്മൾ താഴെ നിന്നുള്ള ആളുകളിങ്ങനെ ഓരോ ആളുകളായിട്ട് ഇങ്ങനെ ഒതുക്കി കൊണ്ടുവരും. അപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കും, അപ്പോഴും ഇവിടെ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ മൂന്നാമത്തെ വട്ടം തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് സപ്പോർട്ടായിട്ട് താങ്ങായിട്ട് നിൽക്കുന്ന ആളുകളൊന്നും പുറകെ കാണത്തില്ല. പുറകെ കണക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അപ്പോഴേക്കും ഫാസിസം അവിടെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഇതാണ് ഫാസിസത്തിൻ്റെ രീതി. ഇവിടെ ജാതിയും മതവും മറന്നും മനുഷ്യൻ എന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുവോ അന്നേ ഇതുപോലുള്ള വർഗീയവാദികളുടെ ഇങ്ങനെയുള്ള ഈ നാറിയ പരിപാടികളൊക്കെ അവസാനിക്കത്തുള്ളൂ. മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അതാണ് വേണ്ടത്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഇങ്ങനെ അടിപിടി കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തല്ലിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. എന്ന് മനുഷ്യർ ജാതിയും മതവും മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുവോ അന്നേ ഇതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഓരോ രാജ്യത്തെ മതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടോ അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ല ഇവിടെ പ്രവർത്തിക്കും. ഓരോ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നതും ഇവരൊക്കെ ഇറങ്ങിത്തിരിച്ച് ഈ ഒരു സ്നേഹപ്രകടനങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഓരോരോ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞിട്ട് മതവിദ്വേഷം മനസ്സിൽ കുത്തി നിറച്ച് അന്ന് മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ശബ്ദം ഉയർത്താതിരുന്നുകൊണ്ട് ഇന്ന് കണ്ടില്ല. അവർക്ക് നേരെയും ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇന്ന് ഇവർക്ക് കരഞ്ഞ് നിലവിളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കണ്ടില്ലേ? എന്തുമാത്രം സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളുടെ അന്നമാണ് മുട്ടിയേക്കുന്നത്. സാധാരണക്കാർ ഓരോ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരുടെ മേലെ ഇങ്ങനെ മേലിട്ട് കയറിയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുന്ന ആളുകളോട് ഇവർക്ക് അതിൽ നേട്ടമുണ്ട്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കൊടുക്കുന്ന വലിയ വലിയ എമൗണ്ടുകൾ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് അതും തിന്ന് സൂക്ഷിച്ച് ജീവിക്കുന്ന ഇവർക്ക് പാവപ്പെട്ട ജനങ്ങളുടെ വിഷമങ്ങളും വേദനകളും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് പറഞ്ഞത്, ഈ മതവും ഈ പറഞ്ഞിട്ടുള്ള ജാതിയും മതവും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യന്മാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചേനെ. അന്ന് മുസ്ലിങ്ങളുടെ കടകൾ ഇടിച്ചു നിരത്തിയിരുന്ന സ്ഥാപനങ്ങളൊക്കെ ഇടിച്ചു നിരത്തി അനധികൃതമായിട്ട് പണിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാണ് അന്ന് ഇടിച്ചു നിരത്തിയത്. പക്ഷെ അന്ന് ഇവരൊക്കെ മിണ്ടാതെ നിന്ന് ചിരിച്ചു മാറിയിരുന്നു. ഇന്ന് കണ്ടില്ലേ 40ഓളം കടകൾ. അവസാനം എന്താണ്, അവരെ നേരെ ഹിന്ദുക്കളുടെ നേരേക്ക് തന്നെ വന്നപ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലായി. ഈ 40 കടകളോളം ഇടിച്ചു നിർത്തി, അതും അനധികൃതമായിട്ട് പണിഞ്ഞാന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പും കൂടെ കൊടുക്കാതെയാണ് അതൊക്കെ ഇടിച്ചു നിർത്തി കളഞ്ഞത്. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തേരെ, ഹൈപ്പ് ചെയ്തേരെ, ചാനൽ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.